ഐസുവിൻ്റെ സ്കൂളിൽ ഓപ്പണിംഗ് ഡേ ആയിരുന്നു. 2 മണിയാകുമ്പോഴാണ് അവിടെ എത്താൻ പറഞ്ഞിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് പോയി. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സ്കൂളിലെത്തിയപ്പോൾ അവിടെ ടീച്ചേഴ്സും കുറച്ച് ആൾക്കാരൊക്കെ വെൽക്കം ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നു, ബലൂണൊക്കെ ഇട്ട്. അങ്ങനെ ബലൂണൊക്കെ കൊടുത്ത് വെൽക്കം ചെയ്ത് അവിടെ 2 പേരുണ്ടായിരുന്നു, കൈയൊക്കെ കൊടുത്ത് കുട്ടികളെ ഹാപ്പി ആക്കിയിട്ടുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല. ഷേക്കാൻ്റെ കൊടുക്കുമ്പോഴൊക്കെ ഭയങ്കര മടിയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോയി. ക്ലാസ് റൂമിൽ കയറുന്നതിന് മുന്നേ ക്ലാസ് ടീച്ചർ കൈമ റിബണും കാര്യങ്ങളൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്കൂളിൻ്റെ എംബ്ലം പോലെ ഉള്ളത്. അങ്ങനെ ക്ലാസ്സിൽ കയറി പിന്നെ ഓരോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയായിരുന്നു. അവൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്നത്. അങ്ങനെ അതൊക്കെ എടുത്ത് നോക്കി കുറച്ച് നേരം അതൊക്കെ കളിച്ചിരുന്ന് അവിടെയുള്ള ഓരോ ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നോക്കിയായിരുന്നു. അങ്ങനെ കുറേ നേരം അവൾ അതിന്മേൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോയ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഒന്നും കൂടി ഉഷാറായത്. പിന്നെ അതൊക്കെ കളിച്ചിരുന്നു അവൾ. വീട്ടിലെത്തുന്ന വരെ ആളുടെ കൈമ്മ ഈ സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കളിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. ഡാൻസും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുട്ടികളെ പാട്ടും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റേജിൻ്റെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് അവളെ സ്കൂള്, MIT. നമ്മൾ ഫസ്റ്റ് വ്ളോഗിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്കൂളും കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഡാൻസൊക്കെ കണ്ടിരുന്നു. കുട്ടികളെ നല്ല അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഐസ് സ്റ്റേജിൽ കയറി. ഒന്ന് ഉഷാറായി എന്ന് കണ്ടപ്പോൾ കയറിയതാണ്. വല്ലാണ്ട് സ്റ്റെപ്പൊന്നും ഇടാൻ ആൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ച്. വലിയ ഉഷാറൊന്നും ഇല്ലാത്ത കാരണം തന്നെ വല്ലാണ്ട് അവൾ കളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ള കുട്ടികളൊക്കെ നല്ല ഡാൻസിലൊക്കെ ആയിരുന്നു. അവർ നല്ല പഠിച്ച് വന്നതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോകാത്തതുകൊണ്ട് എനിക്ക് കാണാനുള്ള ഇതൊന്നും കിട്ടിയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഐസുവിൻ്റെ പാട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പാട്ടൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. കാറിൽ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ സീൻ